എല്ലാവർക്കും നമസ്കാരം. കുന്നംകുളത്തെ പൂരങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഒരു പൂരം കൂടി ഉണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ഈ പൂരത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഈ പൂരത്തിൻ്റെ ആന വന്നിറങ്ങുന്ന ആ ഒരു കാഴ്ചകളൊക്കെ പേരാമംഗലം വല്യാന എന്നറിയുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആന ഇപ്പോൾ വന്നതേ ഉള്ളൂ. ആന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഫാൻസുകാരൊന്നുമില്ല കേട്ടോ. ആന വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു മനുഷ്യൻ്റെ കുട്ടി പോലും ഉണ്ടായിരുന്നില്ല. അവിടെ കച്ചവടത്തിന് വന്നിരിക്കുന്ന കടയിലെ ചേട്ടന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആന വന്നതിന് ശേഷമാണ് ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളത്. ഇനി കുറച്ചും കൂടിയും കഴിഞ്ഞ് കമ്മിറ്റിക്കാർ ഓടി വരും. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇതുവരെ ആ ഒരു ആന വരുന്നതിന് മുമ്പ് ഈ സ്ഥലത്തൊരു പൂരം നടക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതേപോലെ വിജനമായ സ്ഥലമായിരുന്നു. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടി വന്നിട്ടുണ്ട്. ആനേനെ ഇറക്കി ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടത്തിയിട്ട് വേണം അമ്പലത്തിലേക്ക് എത്താൻ. അമ്പലത്തിലെത്തി ഒന്ന് തൊഴുതതിന് ശേഷമാണ് ആനേനെ അവിടെ കൊണ്ടുപോയി കെട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. സാധാരണഗതിയിൽ ആന വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് തൊഴിയിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇവിടെ ഫാൻസുകാർ അധികം ഇല്ലാത്ത കാരണമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആന വരുന്നു, ഇറങ്ങുന്നു, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. ഫോട്ടോ എടുക്കാനൊക്കെ അത്യാവശ്യം സമയം കിട്ടിയിട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എലിഫൻറ്റ് സ്ക്വാഡിൻ്റെ കാര്യമാണ്. സാധാരണ രാമചന്ദ്രൻ ആനയെ നമ്മൾ എവിടെ കാണാൻ പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് എലിഫൻറ്റ് സ്ക്വാഡുകാരുണ്ടാവും. ഇവിടെ കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഫോട്ടോ എടുക്കാനും പറ്റി. പക്ഷേ അവർ അവരുടെ ജോലി കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അവർ ആനയുടെ മുന്നിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട്. സംഭവം ഈ ഒരു സമയത്ത് ആനേനെ കാണാൻ അധികം ആൾക്കാർ വന്നില്ല എങ്കിലും വൈകുന്നേരത്ത് ആന അമ്പലത്തിൽ എത്തുന്ന സമയത്ത്, അതായത് പൂരം അമ്പലത്തിലേക്ക് എത്തുന്ന സമയത്ത് അത്യാവശ്യം ജനങ്ങൾ അവിടെ കൂടി നിൽക്കുകയും നല്ലൊരു ആഘോഷം തന്നെ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അധികം ആൾക്കാരൊന്നും രാവിലെ ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല തിക്കും തിരക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ രാമചന്ദ്രൻ ആന മാത്രമല്ല കേട്ടോ, അമ്പാടി പാലം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഊക്കൻസ് കുഞ്ചനേനെ കണ്ടു. പിന്നെ വേറൊരു ആനേനെയും കണ്ടു. അങ്ങനെ എല്ലാ ആനകളെയും എനിക്ക് ഓടി നടന്നിട്ട് കാണാൻ സാധിച്ചില്ല. ഞാൻ കൂടുതലും നേരം രാമചന്ദ്രൻ ആനയുടെ കൂടെയായിരുന്നു. ആന ഇറങ്ങുന്നത് മുതൽ അവിടെ കൊണ്ടുപോയി കിട്ടുന്നത് വരെ ആനയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ആനേനെ കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ആനയുടെ കൂടെ നടക്കാം എന്ന് വിചാരിച്ചു. Nandu. അങ്ങനെ ആനേനെ അമ്പലത്തിൽ കൊണ്ട് തൊഴിച്ച് പിന്നെ അവിടുന്ന് ഒരു ഫോട്ടോ എടുപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ആനേനെ കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. എന്താ പൂരാഘോഷ കമ്മിറ്റിയുടെ ആ ഒരു പറമ്പിൽ തന്നെയാണ് കൊണ്ടുപോയി കെട്ടുന്നത്. അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ വിശാലമായൊരു കുളിയുണ്ട് കേട്ടോ നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആനയ്ക്ക്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും രാമചന്ദ്രൻ ആനേനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് പോകും. പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ രാമചന്ദ്രനെ എന്താണ് ഇത്രയധികം പ്രത്യേകത എന്നുള്ളത്. എനിക്കും പറയാനൊന്നും അറിയില്ല, പക്ഷെ എന്തോന്നറിയില്ല, നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും കുറേ നേരം. അത് ചെറുപ്പകാലം മുതൽ ഞാൻ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഭയങ്കര സുഖമായിരുന്നു. വേറെ അധികം ഫോട്ടോഗ്രാഫർമാരില്ല, അധികം വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു നല്ല സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഒരു പ്രദേശം. കണ്ടോ, അപ്പുറത്തും ഇപ്പുറത്തും ചെമ്പരത്തി, അതിൻ്റെ നടുക്ക് കൂടിയാണ് ആനേനെ കൊണ്ടുവരുന്നത്. ഇവിടെ വെച്ചിട്ട് അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി റീൽസിൽ വരും. നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നല്ല ഭംഗിയുണ്ടല്ലേ, അപ്പുറത്തും ഇപ്പുറത്ത് ചെമ്പരത്തിയൊക്കെ ആയിട്ട്. അതിലെല്ലാത്തിലും ചെമ്പരത്തി പൂവും കൂടി ആയിട്ട് വരികയാണെങ്കിൽ നല്ല രസം കൂടി ഉണ്ടായിരുന്നേനെ. കുറച്ചധികം ദൂരം നടക്കണം കേട്ടോ. നടന്ന് ഞാനാകെ വശം കിട്ടും, എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ആനയ്ക്ക് ക്ഷീണമായിട്ടില്ല. കുറച്ചും കൂടി നേരം നടന്നിട്ടാണ് വേറൊരു വീടിൻ്റെ മുന്നിലെത്തിയിട്ട് വെള്ളം കൊടുക്കുക ആനേനെ നിർത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആനയ്ക്ക് വെള്ളം കൊടുത്ത് ചെറുതായിട്ടൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടാണ് പിന്നെ ആനേനെ കൊണ്ടുപോകുന്നത്.
അങ്ങനെ ആനയുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ആനേനെ അവിടെ തളിക്കാനാണ് കൊണ്ടുപോകുന്നത്. ആനയുടെ ആ ഒരു നടത്തം കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ലൊരു ഉഷാറുണ്ട്. ആനയ്ക്കൊന്നും തണുത്തപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചപ്പോൾ നല്ലൊരു ഉഷാറ് വന്നിട്ടുണ്ട്. ഇനി പതുക്കെ നടന്ന് ആൾ അവിടെ ഒരു പറമ്പിലേക്ക് കയറിയിട്ട് ആളിനെ അവിടെ കെട്ടിടുകയാണ് ചെയ്യുന്നത്. എനിക്ക് ആനയുടെ കുറേ ഫോട്ടോ എടുക്കണ്ടായിരുന്നു. നല്ല പോസുകൾ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം ഞാൻ പൂരപ്പറമ്പിലെ രാമചന്ദ്രൻ്റെ പിന്നിലും മുന്നിലൊക്കെ ആയിട്ട് നടന്നിട്ട് ഇത്രയും നല്ലൊരു ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെ നല്ലൊരു സൗകര്യം കിട്ടിയിട്ടുള്ളത്. അധികം ആൾക്കാരുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് കാര്യം. പക്ഷേ നല്ലൊരു ക്യാമറ എൻ്റെ കയ്യിലില്ലാതെ പോയി. ആകെ ഉള്ളത് ഈ ഒരു ചെറിയ ക്യാമറ ആണ്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് പറ്റാവുന്ന പോലെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് രാമചന്ദ്രൻ ആനേനെ കിട്ടുന്നത്. അവർ വിശ്രമിക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. ഓക്കെ.